നെതന്യാഹുവിൻ്റെ മകനെ കൊല്ലാൻ ഇറാൻ പട ടെല്ലവീവിനെ ചുട്ടരിച്ച് തന്നെയും തീർക്കും അവർ എന്ന് നെതന്യാഹു. തൻ്റെ മകനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. അങ്ങനെ ഒരു ആരോപണവുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. രാജ്യത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന ഈ അവകാശവാദം കഴിഞ്ഞ ദിവസം അദ്ദേഹം പരസ്യപ്പെടുത്തി. അദ്ദേഹം ഒരു ചാനൽ 14 നൽകിയ പ്രത്യേക ഫോൺ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ സ്ഫോടനാത്മകമായിട്ടുള്ള വിവരം പങ്കുവച്ചത്. വളരെ വിശ്വസിക്കാനാകാത്ത കാര്യമാണ് സംഭവിച്ചത്. ഇറാൻ തൻ്റെ മക്കളിൽ ഒരാളെ ലക്ഷ്യമിട്ടു എന്നും അവനെ വധിക്കാൻ അവർ ശ്രമം നടത്തിയുമെന്നായിരുന്നു നെതന്യാഹു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. എന്നാൽ ഈ ആരോപണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ നെതന്യാഹു തയ്യാറായില്ല. എന്നായിരുന്നു വധശ്രമം നടന്നതെന്നോ ഏത് രീതിയിലാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നോ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുമില്ല. നെതന്യാഹുവിൻ്റെ ആൺമക്കളായിട്ടുള്ള യായിറിന് നേരെയോ അതോ അബ്നറിന് നേരെയോ ആണോ വധശ്രമം ഉണ്ടായത് എന്ന് പറയുന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. അപ്പോൾ ഇരുവരും ഇസ്രായേലിലെ സുരക്ഷാ ഏജൻസികളുടെ പ്രത്യേക നിരീക്ഷണത്തിലുള്ള വ്യക്തികളുമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഗാഡി ഐസൻകോട്ടിന് സുരക്ഷ നൽകാൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായിട്ടുള്ള ഷിൻ ബെറ്റ് വിസമ്മതത്തിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സുരക്ഷ ഒരു ആഡംബരമല്ലെന്ന് തെളിയിക്കാനാണ് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഭരണത്തിൽ നിന്ന് പുറത്തു പോയാലും അടുത്ത 5 വർഷത്തേക്ക് ഭാര്യയ്ക്കും മക്കൾക്കും ഷിൻബെറ്റ് സുരക്ഷ നൽകണമെന്ന കരാറിനെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. കടുത്ത സുരക്ഷാ കവചമില്ലെങ്കിൽ ശത്രുക്കൾ ലക്ഷ്യം കണ്ടേക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതായത് തൻ്റെ മക്കളെ മാത്രമല്ല തന്നെയും ഇറാൻ വകവരുത്തും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഷ്ട്രീയ എതിരാളികളും പൊതുജനങ്ങളുമൊക്കെ മിതത്വം പാലിക്കണമെന്നാണ് ഇസ്രായേൽ നേതാവ് ആവശ്യപ്പെടുന്നത്. നെതന്യാഹുവിൻ്റെ മുതിർന്ന മകൻ യായർ 2024 മുതൽ അമേരിക്കയിലെ മയാമിയിലാണ് താമസിച്ചു വരുന്നത്. അവിടെയും ഷിൻബെറ്റിൻ്റെ കർശന സുരക്ഷയിലാണ് യായർ കഴിയുന്നതും. ഇവിടെ ഇളയ മകനായിട്ടുള്ള അബ്നർ ഇസ്രായേൽ തന്നെയാണ് താമസിക്കുന്നത്. അതേസമയം നികുതിദായകരുടെ പണം ഉപയോഗിച്ച് യായറിന് വിദേശത്ത് വൻ സുരക്ഷ ഒരുക്കുന്നത് രാജ്യത്ത് വലിയ വിവാദത്തിന് വഴിവെച്ച കാര്യമാണ്. ദക്ഷിണ ഫ്ലോറിഡയിലെ ഇസ്രായേൽ വിരുദ്ധർക്ക് ഇത് എളുപ്പമുള്ള ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയടക്കം ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും ആവശ്യമായുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഷിൻബെറ്റ് മേധാവിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് നെതന്യാഹു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഐസൻകോട്ടിൻ്റെ സുരക്ഷാ തർക്കത്തിൽ പ്രതികരിക്കുമ്പോഴാണ് നെതന്യാഹു തൻ്റെ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറാൻ പട ടെല്ലവീവിലെത്തിയിട്ടുണ്ട് എന്നും ടെല്ലവീവിനെ ചുട്ടരിക്കുകയോ മാത്രമല്ല തന്നെയും അവർ വധിക്കുമെന്നും നെതന്യാഹു ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്കയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് തൻ്റെ മക്കളെ വധിക്കുകയും ഒപ്പം തന്നെ തന്നെയും വധിച്ച് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ ചുട്ടരിക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഇറാൻ അതുപോലെ ശത്രുരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്നത്.